രണ്ടാമത്തെ ഒരു വാഹനം കൂടി ലഭ്യമായിരിക്കുകയാണ്. സർവശക്തിയായി ശ്രമിക്കുകയാണ്. പാലിയേറ്റീവ് നമ്മൾ തുടങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ചെറിയ ചെറിയ തുടക്കത്തിലുള്ള പ്രശ്നങ്ങളും പരാധീനതകളും ഒക്കെ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ വളരെ പെട്ടെന്ന് മറികടന്ന് മുന്നോട്ട് പോകാൻ നമ്മളെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ നമ്മുടെ വാർഡ് അതുപോലെ തന്നെ പ്രാദേശിക തലങ്ങളിലുമൊക്കെ ഇത് പ്രാവർത്തികമാക്കി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കി കൊടുക്കാനും അത് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൃത്തിയുമൊക്കെ ബോധ്യമായതിനു ശേഷം നല്ല ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ആരാണ് എപ്പോഴാണ് വികലാംഗനാകുക അതല്ലെങ്കിൽ സ്വാധീനമില്ലാത്തവനാകുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്കൊരാൾക്കും പ്രവചിക്കാൻ പറ്റാത്ത രൂപത്തിൽ അത്ര നിസ്സഹായമാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. മരണത്തിലെ ഒരു പരിധിവരെ നമുക്ക് പേടിക്കേണ്ടതില്ല. പക്ഷെ അതിനിടയ്ക്കുള്ള കുറേ നിസ്സഹായാവസ്ഥകൾ മനുഷ്യനെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിസ്സഹായ അവസ്ഥകളിൽ മനുഷ്യന്റെ ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ മനുഷ്യന്മാരോടും അതുപോലെ തന്നെ സമൂഹത്തിനോടും സഹജീവികളോടുമുള്ള ഏറ്റവും വലിയ കർത്തവ്യ നിർവഹണം എന്നുള്ളതാണ് ഈ പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ നേതൃത്വം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതനുസരിച്ചാണ് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് താഴേക്കോട് പഞ്ചായത്ത് നമ്മുടെ ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മുക്കും മൂലയിലും നമ്മുടെ ശ്രദ്ധ എത്തുന്ന രൂപത്തിൽ, നമ്മുടെ പരിചരണം എത്തുന്ന രൂപത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറേ കെയർ ടേക്കർമാരെയും അതുപോലെ തന്നെ പ്രാദേശികമായി ഉത്തരവാദിത്വം വർദ്ധിച്ചുകൊണ്ടുള്ള കുറേ ആളുകളെയും ഒക്കെ നിയോഗിച്ചത് നല്ല കാര്യമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് അത്ഭുതം സൃഷ്ടിക്കാം. കാരണം ഇന്നത്തെ ഏറ്റവും വലിയ ദുരിതം അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് രോഗം തന്നെയാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ വഴിമാറി അതിനൊക്കെ ഒരു പരിധി വരെ പരിഹാരം കണ്ടപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ദുഃഖം പരാധീനത എന്ന് പറയുന്നത് രോഗം തന്നെയാണ്. ആ രോഗത്തോടു കൂടി എല്ലാ അർത്ഥത്തിലുമുള്ള നമ്മുടെ വമ്പും ഹുങ്കും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അഹങ്കാരവും ഒക്കെ പതുക്കെ 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 പിൻവാങ്ങി തുടങ്ങും. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ മറികടക്കാന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ ഒരു പഴുതും കാണാതെ വരുമ്പോൾ പതുക്കെ 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 പിന്നെ നമ്മൾ പരാശ്രയത്തിലേക്ക് നീങ്ങും. ആ ഒരു പരാശ്രയത്തിന്റെ ഘട്ടത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരാളൊന്ന് വന്ന് കാര്യങ്ങളൊന്ന് അന്വേഷിച്ചാൽ, മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ഒരു 5 മിനിറ്റ് ഒരാളെ കിട്ടിയാൽ സാരല്ല, ഇതൊക്കെ എല്ലാവർക്കും എപ്പോഴും വരും എന്നുള്ള രീതിയിൽ ഒരു സാന്ത്വനത്തിൻ്റെതായിട്ടുള്ള ഒരു സ്പർശനത്തിന് ഒരാളെ ഒന്ന് കിട്ടിയാൽ, അല്പം ഒരു മരുന്ന്, ചിലപ്പോൾ ട്യൂബിലൂടെയാണ് മലമൂത്ര വിസർജനം ചെയ്യുന്നതെങ്കിൽ അതിനൊരു സഹായം, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നത് ചില സമയത്ത് അവിടെ ഒരു സഹായം, ഇതിനൊക്കെ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഗതിയായി കാണുന്ന ഒരു കാലഘട്ടം. അത് ആർക്കും എപ്പോഴും വരാം. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കിടയിൽ കിടക്കുന്നതും ആ രീതിയിൽ ദിവസങ്ങൾ എണ്ണി നീക്കുന്നതും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാളൊരു ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ഒരാളോട് പറഞ്ഞത് നമ്മളൊക്കെ കണ്ടതാണ്, കേട്ടതാണ്. ഒരു ഭാഗം ചരിഞ്ഞു കിടക്കുന്നിടത്ത് നിന്ന് മറുഭാഗത്തേക്ക് ഒന്ന് ചരിഞ്ഞു കിടക്കാൻ എനിക്കൊരാളുടെ സഹായം കൊണ്ടാണെങ്കിലും കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ലക്ഷറിയാണത് എന്നാണ് പറഞ്ഞത്. ഇടതുഭാഗം ചെരിഞ്ഞു കിടക്കുമ്പോൾ വലതു ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കിടക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചെരിഞ്ഞു കിടക്കാൻ കഴിയില്ല, സ്വന്തം നിലക്ക് കഴിയില്ല. അപ്പൊ ഒരാളുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും അങ്ങനെ ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് എന്ന് ഒരാള് സ്വാനുഭവത്തിൽ നിന്ന് പറഞ്ഞത് നമുക്കറിയാം. ജീവിതത്തിൽ എല്ലാം നേടി എന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ ഒരു ഇന്റർവ്യൂവില് അവസാനം അദ്ദേഹം കയ്യിൽ തൂങ്ങി അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നടക്കുകയാണ് യൂറിനറി ബ്ലാഡർ. ആ യൂറിൻ ബ്ലാഡർ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് മൂത്രം ധാരധാരയായി ഒഴുകുമ്പോൾ അത് മലീമസമാക്കാതിരിക്കാൻ വേണ്ടി ട്യൂബ് ഇട്ടിട്ട് അതൊരു പ്ലാസ്റ്റിക്കിന്റെ ബാഗിലേക്ക് കളക്ട് ചെയ്ത ബാഗ് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് അതിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇതാണ്. വ്യവസായ മേഖലയിലും അതുപോലെ തന്നെയുള്ള സമാന രംഗങ്ങളിലൊക്കെ തന്നെ വലിയ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയ കോടിക്കണക്കിന് ഉറുപ്പികയുടെ വിറ്റുവരവുള്ള ഒരാളുടെ അവസാനത്തെ ഒരു കമന്റാണത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും. കാരണം ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ അവസാനം ബാക്കിയായത് അതാണ്. ബാക്കി കാര്യങ്ങളിലൊക്കെ സഹായിക്കാനും കാര്യങ്ങൾ കൊണ്ട് നടത്താനും ആളുണ്ടെങ്കിലും ഇതിന്
സ്വന്തം കൈകൾ മാത്രമാണുള്ളത്. ആ സ്വന്തം കയ്യിലേക്ക് ഒതുങ്ങിയ ആ യൂറിനറി ബ്ലാഡർ കയ്യിൽ വെച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് മാത്രമാണ്. അപ്പൊ എത്രമാത്രം നിസ്സഹായമാണ് മനുഷ്യന്റെ അവസ്ഥ എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മൾ ചെല്ലുന്നത്. രാവെന്നോ പകലെന്നോ ഇല്ലാത്ത രീതിയിൽ നമുക്ക് സിന്ദാബാദ് വിളിക്കുന്നവരാണോ അല്ലയോ, നമ്മുടെ മതത്തിൽപ്പെട്ടവരാണോ എന്നൊന്നും ഈ കാര്യത്തിൽ നോക്കാൻ നമ്മുടെ നേതൃത്വം നമ്മളോട് പറഞ്ഞിട്ടില്ല. അവിടെ നമുക്ക് ഒരു ഇസവും തടസ്സമാകാനും പാടില്ല. ഒരു ജാതീയ ചിന്തയോ മറ്റുള്ള വർഗവർണ്ണ വ്യത്യാസമോ നമുക്ക് അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനും പാടില്ല. ആ രൂപത്തിൽ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ടുള്ള ഉന്നതമായിട്ടുള്ള ഒരു സേവനത്തിന്റെ അവസരമാണ് നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടിയിട്ടുള്ളത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മുടെ ചെറുപ്പക്കാർ, MSFന്റെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെയൊക്കെ പ്രവർത്തകന്മാർ നമുക്കുള്ള അസൗകര്യങ്ങൾ ഓരോന്നും തീർത്ത് ഇപ്പൊ രണ്ടാമത്തെ വണ്ടി കൂടി നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. അലി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കമ്മിറ്റി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ മുസ്തഫാന്റെയൊക്കെ ഒരു നിയന്ത്രണം കൂടി, അവരുടെയൊക്കെ മേൽനോട്ടം കൂടി അതിന് വരുമ്പോൾ കുറച്ചും കൂടി കാര്യക്ഷമമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു തുണക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.